ഹലോ കൂട്ടുകാരി, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നൈനു കൊഴുക്കട്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കുറേ ദിവസമായിട്ടോ. അപ്പം അങ്ങനെ അവൾ ഉണ്ടാക്കുകയാണ്. ഞാനും കുറേ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചൊക്കെ അവളും ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അപ്പോൾ അതിൻ്റെ കുപ്പിയിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഒരുപാട് ദിവസമായി എല്ലാവരുടെ വീഡിയോയും കണ്ടിട്ട് കാണാൻ ഇപ്പം എന്താ പറയണ്ടേ, ഒരാഴ്ചയായിട്ട് ഞാനും മോളും പനിയായിട്ട് കിടപ്പാണ്. എനിക്കൊന്നുമില്ലേ. ഓണപരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് അച്ഛനെയും കൂട്ടി രണ്ടുപേരും കൂടി കടയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഇത് അത്ത നല്ല വീഡിയോ ആണ് കേട്ടോ. തക്കുടൂര് ഭയങ്കര വാശിയായിരുന്നു അത്ത ഇടണമെന്ന്. ഒന്നാമത് ഈ പ്രാവശ്യം പൂവില്ലാത്തതുകൊണ്ട് ഞാനും അത്ത ഇടാൻ കുറച്ച് മടിച്ചു കേട്ടോ. വേറൊന്നുമല്ല, നൈനുവിന് ചെറിയൊരു ജലദോഷം പനിയുള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ എനിക്കും 2 ദിവസമായിട്ട് ഭയങ്കര തലവേദനയൊക്കെയാണ് കേട്ടോ. ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പൂവുമില്ല. പിന്നെ എൻ്റെ അവസ്ഥയും അങ്ങനെ ആയതുകൊണ്ടാണ് ഇച്ചിരി മടിയൊക്കെ തോന്നിയത്. തക്കുടൂന് ഭയങ്കര ആഗ്രഹമായിരുന്നു അത്ത ഇടണമെന്ന്. അങ്ങനെ ഞാനും തക്കും കൂടി അത്ത ഇടുകയാണ്. രാവിലെ അവളുടെ ഒരുക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അത്ത ഇടുന്നത്. കാരണം ഇന്ന് ഇത്തിരി വൈകി, ഭയങ്കര തലവേദന കേട്ടോ. അതുകൊണ്ടാണ് ഇത്തിരി വൈകിപ്പോയി. നൈനു എണിച്ചിട്ടില്ല. അവളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ തക്കു മാത്രമേ ഇന്ന് സ്കൂളിൽ പോകുന്നുള്ളൂ. തൊട്ട് കഴിഞ്ഞിട്ട് വേണം തക്കുവിന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് വന്ന് അത്ത ഇടാൻ കൂടിയതാണ്. ഇപ്പോൾ പൂവില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ചു കൊടുത്ത് ഒപ്പിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞ് സ്കൂളിൽ പോവുകയാണ്. മുഖമൊക്കെ ഞങ്ങളുടെ 2 ആളുടെയും വാടിയിട്ടുണ്ട്. അങ്ങനെ തക്കുവിന് ബസ് കയറ്റി വിട്ട് ഞാനും നൈനുവും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചു തിരിച്ചു വരാൻ നേരത്ത് കുറേ നേരം ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു കേട്ടോ. ആ സമയത്ത് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോൾ ഈ ചിരിയും കളിയൊക്കെ മുഖത്തുണ്ടെങ്കിലും വീട്ടിലെത്തിയ പാടെ ഞാൻ കിടന്നു കേട്ടോ. ഒരു 2 സ്പൂൺ ഭക്ഷണം കഴിച്ച് അത്രേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് തലവേദനയായിരുന്നു വീട്ടിലെത്തുമ്പോഴേക്ക്. അതുവരെ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് ഞാൻ നിന്നു. പിന്നത്തെ കാര്യം ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം ഏട്ടൻ ചീരാലിൽ പോയതായിരുന്നു. ഏട്ടൻ വന്ന് ഞങ്ങളെ രണ്ടിനെയും പിന്നെയും പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ രാത്രി ട്രിപ്പൊക്കെ ഇട്ട് പോയി. എനിക്കൊരു ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഒടുക്കത്ത തലവേദനയായിരുന്നു കേട്ടോ. അന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞങ്ങൾ പോയി. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയുക, സമാധാനമായിട്ടുണ്ടായിരുന്നു. അതിനൊരു ട്രിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടെത്തിയപ്പോഴേക്കും 11-12 മണിയൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഓണപ്പരിപാടി ആയതുകൊണ്ട് തക്കു സ്കൂളിൽ പോയി. ഉച്ച വരെ കുഴപ്പമില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും വീണ്ടും മേലാകെ ചൂട് ഉണ്ടായിരുന്നു. 103, 104 അങ്ങനെയായിരുന്നു കേട്ടോ പനി. അതുകൊണ്ട് തന്നെ അവളോട് എന്തെങ്കിലും കഴിക്കുക, വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും നൈന് സമ്മതിക്കുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു 10 മണി വരെ കാത്തു നിന്നു. അത് കഴിഞ്ഞിട്ടും പനി എങ്ങും വിടുന്നില്ല. അങ്ങനെ ആയപ്പോൾ പിന്നെ വീണ്ടും കാഷ്വാലിറ്റി കാണിച്ചു, അവിടെ അഡ്മിറ്റാക്കി. പിന്നെ റൂം കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. എല്ലാവർക്കും പനിയൊക്കെ ഉള്ള കാലമല്ലേ. അപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. 1 മണി 2 മണിയൊക്കെ ആയിട്ടോ റൂം കിട്ടിയത്. പിന്നെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴേക്കൊരു 3 മണിയൊക്കെ ആയി കേട്ടോ. അതായത് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട്. പിന്നെ കഫക്കെട്ടുണ്ട്, അതാണ് മെയിനായിട്ടുള്ള ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ് കേട്ടോ.